ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത വിവരം SIT സ്പീക്കറെ രേഖാമൂലം അറിയിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത നടപടിക്ക് നിയമോപദേശം തേടാൻ LDF ഒരുങ്ങുന്നു. MLA-മാരുടെ പരാതി ലഭിച്ചാൽ സ്പീക്കർ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുന്നതായിരിക്കും. AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചേർന്നത്. സ്റ്റെഫിൻ, ഇപ്പോൾ അയോഗ്യരാക്കാനുള്ള നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ആലോചിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കർ പറഞ്ഞതാണ്. ഇപ്പോൾ SIT റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇനി ആ തരത്തിലുള്ള നീക്കങ്ങൾ? പൂജ, ഒരു MLA അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായി നിയമസഭാ സ്പീക്കർ അറിയണം. അങ്ങനെ ഒരു ചട്ടം കീഴ്വഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം സ്പീക്കറെ ഈ കാര്യം, അറസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ രേഖാമൂലം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ സ്പീക്കർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരം ഒരു കേസിന്റെ പേരിൽ ഒരു MLA അയോഗ്യനാക്കേണ്ടി വന്നിട്ടില്ല. അത്തരത്തിലൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കേരള നിയമസഭ തന്നെ നീങ്ങുന്നത്. അത് പെട്ടെന്നൊന്നും തന്നെ ചെയ്യാനും കഴിയില്ല. കൃത്യമായി തന്നെയുള്ള നിയമോപദേശങ്ങൾ വേണം. അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സ്പീക്കറും അതോടൊപ്പം തന്നെ നിയമസഭയും മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇത് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ വിഷയം കൈമാറുമെന്നും ഉള്ള കാര്യവും ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അവർ ആണ് ഇനി ഈ കാര്യം MLA എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അത് പരിശോധിക്കേണ്ടത് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ആണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഈ കമ്മിറ്റിയിലേക്ക് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ, ചർച്ചകൾ അതിലേക്കൊക്കെ കടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പരാതി നൽകേണ്ടത് ഏതെങ്കിലും ഒരു അംഗമായിരിക്കണം, നിയമസഭാ അംഗമായിരിക്കണം. ഒരുപക്ഷെ LDF-ൽ നിന്ന് തന്നെ ആരെങ്കിലും ഒരു പരാതി അങ്ങനെ സ്പീക്കർക്ക് നൽകി സ്പീക്കർ അത് മറ്റ് കമ്മിറ്റിക്ക് കൈമാറാനാണ് സാധ്യത. ഏതായാലും അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും ഇതുവരെ നീങ്ങിയിട്ടില്ല. LDF-നെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രതിഷേധ ധർണ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ നേതാക്കളും അവിടെയാണ് ഉള്ളത്, അതിലാണ് പങ്കെടുക്കുന്നത്. ഇനി ഒരുപക്ഷെ LDF യോഗം കൂടിയോ മറ്റോ ഒക്കെ അത്തരത്തിലുള്ള തീരുമാനം, എങ്ങനെയാണ് പരാതിയുമായി മുന്നോട്ട് പോകേണ്ടത്, സഭയിൽ ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. 20-ാം തീയതി സഭ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അന്ന് മാത്രമേ അത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്കൊക്കെ പോവുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും LDF പരാതി നൽകുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല എങ്കിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്ന് എന്ത് ഉത്തരവാണ് ഉണ്ടാകാൻ പോകുന്നത്, അതിന്റെ എല്ലാം കൃത്യമായ നിയമോപദേശം തേടിക്കൊണ്ട് മാത്രമേ അത്തരം നീക്കങ്ങളിലേക്ക് ഏതായാലും നിലവിൽ കോടതിയിൽ നിന്ന് വരുന്ന നടപടി എന്താണോ അതിനനുസരിച്ച് മാത്രമേ ഈ സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കുകയുള്ളൂ, അല്ലേ? അതെ പൂജ, കാരണം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. അങ്ങനെ LDF-ലും മറ്റ് കക്ഷികളുമൊക്കെ ആയി ആലോചിച്ച് മാത്രമേ അത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ. കാരണം ഇത് സമീപകാലത്തോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടുകേൾവില്ലാത്ത തരത്തിലൊരു നടപടികളിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ പോകുന്നത്. ഇങ്ങനൊരു എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിലേക്ക് ഈ വിഷയം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അത്തരത്തിൽ അവരുടെ ചുമതലകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാത്ത നിൽക്കുന്ന അവസ്ഥയിൽ ഇനി ഏത് തരത്തിലാണ് അയോഗ്യനാക്കേണ്ടത്, അല്ലെങ്കിൽ അയോഗ്യതയുടെ മാനദണ്ഡങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി പുറത്ത് വരേണ്ടതുണ്ട്. നമ്മൾ സമീപകാലത്ത് കണ്ടു, ആന്റണി രാജു അയോഗ്യനായ ഒരു സ്ഥിതി നമ്മൾ കണ്ടു. ഇനി അതുപോലെ ഏത് രീതിയിലാണ് ഇനി ഇത് നിയമപ്രശ്നമാകാതെ നിയമോപദേശം തേടിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോകാനാണ് സ്പീക്കറുടെയും അതോടൊപ്പം തന്നെ LDF-ന്റെയും എല്ലാം തീരുമാനം. ശരി, അപ്പോൾ സഭയ്ക്ക് അയോഗ്യനാക്കാം എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതി നടപടികളൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനൊക്കെ ശേഷം, അല്ലെങ്കിൽ ആ ഒരു നടപടിക്രമങ്ങളൊക്കെ മുന്നിലേക്ക് വന്നതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സഭയിലെ അയോഗ്യനാക്കാനോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീങ്ങുക എന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തതയും കൂടി വരികയുള്ളൂ.